പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു കാര്യവും എപ്പോഴും സാധാരണ സമയത്ത് നിസ്കരിക്കുന്നു. ഇപ്പോ അസുര നിസ്കരിച്ചിട്ട് 7 മിനിറ്റ് ഗ്യാപ്പ് പറഞ്ഞു എനിക്ക് നിസ്കരിച്ചിട്ട് വരാൻ. നിസ്കരിക്കാൻ പോകാനായിട്ട് 7 മിനിറ്റ് ഗ്യാപ്പ് വേണം. വേണം ഇല്ലാൻ പറ്റൂല. എന്താലേ തല കുടിച്ചുപോയി. ഒരു നിമിഷം ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നിസ്കാരത്തിന്റെ കണക്കിനെ കുറിച്ചും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആരാധനകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, സ്വവിചിന്തനം നടത്തി നോക്കി. എത്ര അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് തന്നു. അതിങ്ങനെ കയ്യുമ്മ എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയൂല, അത്രക്കും അനുഗ്രഹങ്ങൾ. ഇപ്പൊ ഈ തൊള്ളട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഈ ഒരു ശേഷി, ഈ ഒരു കഴിവ് തന്നത് പോലും പഠിച്ചവനല്ലേ. അതുകൊണ്ട് എത്ര നന്ദി ചെയ്താലും നമ്മളെയും കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയൂല. ആ ഒരു പ്രോഗ്രാമിനിടയിലും, ഉടൻ പണം എന്നല്ല പ്രോഗ്രാമിന്റെ പേര്, ആ ഒരു പ്രോഗ്രാമിനിടയിലും ആ ഉപ്പൂപ്പ എനിക്ക് നിസ്കരിക്കണം, ഓൾറെഡി എന്റെ 7ഓളം മിനിറ്റുകൾ ലേറ്റ് ആണ്, എനിക്ക് നിസ്കരിക്കണം, അതല്ലെങ്കിൽ ഞാൻ ഇതിന്ന് പിന്മാറുകയാണെന്ന് തന്റെ വയോവൃദ്ധമായ ആ ഒരു ഏജിലും പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഉപ്പൂപ്പ പടച്ച റബ്ബിലേക്ക് എത്രത്തോളം അടുക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. യുവത്വത്തിൽ നമ്മുടെ ചോരത്തിളപ്പിൽ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ആരോഗ്യനില വളരെ പെർഫെക്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന ആരാധനക്ക് ഈ തന്തപ്പുടിയും ഈ വയസ്സായ വെല്ലുമ്മി വെല്ലുപ്പൊക്കെ ആവുമ്പോ ചെയ്യുന്ന ആരാധനകളെക്കാൾ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന്. കാരണം ഈ 10-50 വയസ്സൊക്കെ കഴിഞ്ഞ ഓരോ മനുഷ്യരും പടച്ച റബ്ബിലേക്ക് അടുക്കും. കാരണം എന്താ, അച്ഛനായാലോ, എനിക്കൊരു അസുഖങ്ങളായാലോ, ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങിയാലോ, നിങ്ങൾക്ക് പോവേണ്ട സമയമായിട്ടുണ്ടെന്ന് ഏതൊരു വയോവൃദ്ധ കാലയളവിലും ഓരോരുത്തരും ചിന്തിച്ചു പോകും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അന്ന് ഓരോരുത്തരും ആരാധനകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു യുവത്വത്തില് ശൈത്താൻ ഏറ്റവും കൂടുതൽ ഒരാളെ പീഡിപ്പിക്കുന്ന ഏജ് അദ്ദേഹത്തിന്റെ ആ ആരോഗ്യ ഫിറ്റ്നസിലുള്ള ആ സമയത്താണ്. അതുകൊണ്ട് ആ സമയത്ത് ശൈത്താൻ തന്നെ ഒരു വിലം കണ്ടിട്ട് ചെയ്യുന്ന ആരാധനകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്. അപ്പോ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു 5 വക്ത് നിസ്കാരം, ആ ഒരു 5 വക്ത് നിസ്കാരമല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു സ്നേഹിതന് നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ ഇത് എത്രത്തോളം സ്നേഹത്തോടെ നമ്മളത് ഏറ്റുവാങ്ങും. അതുപോലെ പടച്ച റബ്ബ് പ്രവാചക മുഖേന ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ നമുക്ക് കൊടുത്തയച്ച ഗിഫ്റ്റാണ് 5 വക്ത് നിസ്കാരം. അതൊന്നൊരു ലഹരിയായിട്ട് എടുത്തു നോക്കി കാണി മോനെ. സീരക്കരം നിങ്ങളെ ലൈഫ് സെറ്റാണ്, കാരണം സെറ്റ് ആകും. അതൊന്നും അഥവായിട്ട് 5 വക്ത് നിസ്കരിച്ചു പോയി കാണി പെർഫെക്റ്റ് കാരം. ഒരു നിലക്കും നിങ്ങൾ എവിടെയും കൊടുങ്ങൂല. കാരണം നിങ്ങൾ പടച്ചോനിലേക്ക് എത്ര എടുത്താല് പഠിച്ചോ എത്ര എടുക്കും. നിങ്ങൾ പടച്ചോനിലേക്ക് എത്ര എടുത്താല് പഠിച്ചോ എത്ര എടുക്കും. നിങ്ങൾ പടച്ചോനിലേക്ക് എത്ര എടുത്താല് പടച്ചോനിലേക്ക് എത്ര എടുക്കും. നമ്മൾ എത്രത്തോളം അങ്ങോട്ട് എടുക്കണോ അത്രത്തോളം പടച്ചോ ഇങ്ങോട്ട് അടുക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ട് നടന്നു പോയാൽ പടച്ചോ അങ്ങോട്ട് ഓടി അടുക്കുന്നതാണ്. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക, തീർച്ചയായും ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്.